ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴംപൊരിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പഴംപൊരിയാണിത്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നല്ല പഴുത്ത പഴം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇത്രയും പഴുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കുറവുള്ള പഴുത്ത പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പീസാക്കാൻ പറ്റില്ല. 2 പീസ് 3 പീസ് അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ. ചില ആൾക്ക് നല്ല പഴുത്ത പഴം കൊണ്ട് പൊരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പഴമൊക്കെ കുറച്ച് തടിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്. ഇതാ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ എന്ന വിധത്തിലാണ് ചേർക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അത് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 കപ്പിനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തത് കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അധികക്കാളും ചേർക്കാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പോളം വെള്ളമാണ് എനിക്കിവിടെ വേണ്ടി വന്നത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം ലൂസാവാതെ ശ്രദ്ധിക്കണം. ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൈദ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി കഴിഞ്ഞില്ല കേട്ടോ, നമ്മൾ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. പിന്നെ പണ്ടെല്ലാം നമ്മുടെ നാട്ടിലാകുമ്പോൾ മുട്ടയിൽ ചേർത്തിട്ടാണ് ഇത് മിക്സാക്കി എടുക്കുന്നത്. ഞാനിവിടെ എന്തായാലും മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടാകുമ്പോൾ ഞാനിതിലോട്ട് നമ്മൾ ദോശമാവുണ്ടല്ലോ, ആ ദോശമാവിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം ഉണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ദോശമാവ് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത ആ രീതിയിലുള്ളതാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ പുളിയായി കഴിഞ്ഞാൽ നമ്മൾ മധുരമൊക്കെ കുറഞ്ഞു പോകും. ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഇല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പക്കാരം ചേർത്താലും മതിയാവും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് സമയം ഇത് ഫെർമെൻ്റായിട്ട് വെക്കേണ്ടി വരും. ഇനി ഇതൊരു 5-10 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കൈകൊണ്ട് മിക്സാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടും. പിന്നെ ഒരു ബീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ മിക്സാക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുക വേണ്ടത്. നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ അടച്ചു വെക്കാം. ഇനി നമ്മൾ മറ്റുള്ള സ്നാക്കെല്ലാം റെഡിയാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ടിപ്സൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് നമ്മളെ ബലൂൺ കടിയാണ് കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് തന്നെ ഇട്ട പേരാണ് ബലൂൺ കടി എന്നാണ് എല്ലാവരും ഇതിന് കമൻറ്റിലൂടെ എല്ലാവരും അധികക്കാളും പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഈ ഒരു മൈദ ബാറ്ററിലൊക്കെ മിക്സാക്കി എടുക്കുമ്പോൾ നമ്മളെ കയ്യിലും ഒക്കെ മിക്സാക്കി 2 കൈയും മോശമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ഒരു സ്നാക്ക് ഈ ഒരു ബാറ്ററിൽ ഇട്ട ശേഷം നമ്മുടെ അരിപ്പക്കയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അതിലുള്ള എക്സ്ട്രാ ബാറ്ററെല്ലാം ഒലിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈയൊന്നും വൃത്തികേടാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ഈ ഒരു പൊടിയെല്ലാം ഉണ്ടല്ലോ, അത് തട്ടിക്കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ മാറ്റി വെക്കാൻ. കാരണം നമ്മളിത് കൂടുതൽ പൊടിയെല്ലാം ഓയിലുണ്ടായാൽ ഫുള്ള് ഓയിൽ പെട്ടെന്ന് കേടായി പോകും. നമുക്ക് വേറെ സ്നാക്കൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും അതിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ളതൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ബ്രെഡും കൂടി ആക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്നാക്കിയ ശേഷം 2 ഭാഗത്തും ബാറ്റർ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനോട് തന്നെ ഒന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാനെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും ഒരു നാൾ സക്സസ് ഉണ്ടാവും തന്നെയാണ് കേട്ടോ ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളും നല്ല ആരോഗ്യത്തോടു കൂടി വേണം. അതിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടി ഇൻക്ലൂഡ് ആക്കണം കേട്ടോ നമ്മൾക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും ഇടയ്ക്ക് നമ്മൾ സാലഡ് കഴിക്കുക, വെള്ളമൊക്കെ ഒരുപാട് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പഴമിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ടാവണം എണ്ണ. പിന്നെ നമ്മൾ ഇത് ഒരു സൈഡായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി ഈ ഒരു രീതിയിലല്ലാതെ നമ്മൾ വേറെ രീതിയിലും കൂടി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ ദോശേൻ്റെ മാവോ ഈസ്റ്റോ ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ചേർക്കേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ അത് ഇടാം കേട്ടോ, കണ്ടു നോക്ക്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കലുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള റെസിപ്പീസ് ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.